ടെൻഷനാകണ്ട. ഒരു ചെറിയ പ്രശ്നമുണ്ട് മൈഥിലിക്ക്. എന്താ ഡോക്ടർ? മൈഥിലിയുടെ യൂട്രസിന് ചില ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അതിന് ട്രീറ്റ്മെന്റും ഉണ്ട്. സാറ് ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഗർഭപാത്രത്തിന്റെ ഭിത്തികൾ ലോലമാണ്. അതുകൊണ്ട് ഈ പ്രഗ്നൻസി അബോർഷനാകാൻ ചാൻസ് കൂടുതൽ കാണുന്നു. ട്രീറ്റ്മെന്റ് കൊണ്ട് അത് നമുക്ക് തടയാൻ ശ്രമിക്കാം. എന്തായാലും പ്രധാനമായി വേണ്ടത് ബെഡ് റെസ്റ്റ് ആണ്. ഞാൻ മരുന്നുകൾ കുറിക്കുന്നുണ്ട്. അത് കൃത്യമായി തന്നെ കൊടുക്കണം. പിന്നെ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കണം. എഴുന്നേറ്റ് ചാരിയിരിക്കേ, നമുക്കേ ചായ കുടിക്കാം. ഏയ്, ഒറ്റയ്ക്ക് എഴുന്നേക്കണ്ട, ഞാൻ പിടിച്ചിരുത്തിക്കോളാം. വാ. വേണ്ട, അമ്മ എങ്ങാനും കണ്ടുകൊണ്ട് വന്നാ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. എന്തായാലും ഇപ്പൊ വരത്തില്ല. മൈഥിലിയുടെ അമ്മായിയും പിന്നെ എന്റെ ചേച്ചിയും കൂടെ ആ ക്യാൻറ്റീനിലെ ഫാമിലി റൂമിലിരുന്ന് മസാല ദോശയും വടയും തട്ടുക. പക്ഷേ കാർത്തിക് ഡോക്ടറുടെ അടുത്ത. വാ, എഴുന്നേക്ക്. ആ എനിക്ക് സുഖമില്ലാതെ വരുമ്പോ ഇതുപോലെ ഭക്ഷണം തരുന്നൊരു ഭർത്താവ്, അതിന്റെ വലിയൊരു സ്വപ്നമാ. അതെ, ആ സ്വപ്നം എനിക്കുണ്ട്. കുടിക്കും. എന്റെ ദൈവമേ, എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പം കണ്ടില്ലേ, ബ്രെഡ് കൊടുക്കുന്നു, ചായ കുടിപ്പിക്കുന്നു. ഈശ്വര, ചരിത്രം ആവർത്തിക്കുകയാണോ? ഞാൻ കൊടുക്കാം. നിർത്തല. ഇവക്ക് വാരിക്കൊടുക്കാൻ നീ ആരാ? ഇവളെന്താ ഇള്ള പിള്ളയാണോ, അതോ കഴിക്കാൻ അറിഞ്ഞൂടെ? ഇവക്ക് വാരി കൊടുക്കാനേ ഇവളുടെ ഭർത്താവുണ്ട്. അതിന് നിന്റെ മഹനീയ സേവനമൊന്നും വേണ്ട. ഇല്ലെങ്കിലേ ഇവിടെ വേറെ 2 പെണ്ണുങ്ങളും ഉണ്ട്. നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടേ കുറെ നാളായി. നീ ഒരു ഇടങ്ങേറ് തന്നെയാ. അതെ, ഇത്രയൊന്നും പറയേണ്ട കാര്യമില്ല. മൈഥിലിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ചായ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. വെറുതെ തെറ്റിദ്ധരിക്കരുത്. എന്താ അമ്മേ, എന്താ ഇവിടെ പ്രശ്നം? എന്താ വൈശാഖ്? മൈഥിലിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ചായ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തു കാർത്തി. അതിനാ സാവിത്രി ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. എന്താ അമ്മേ ഇത്? വയ്യാത്തൊരാൾക്ക് ഒരു ചായ വാങ്ങിക്കൊടുക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ? അതിന് അമ്മ എന്തിനാ
വൈശാഖിനെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? ഇവനും നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ആളല്ലേ? ദൈവമേ, കാലം കറങ്ങി തിരിഞ്ഞ് ആ പഴയ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുക. നന്ദിനി പണ്ട് ഇതുപോലെ ഒന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞതുകൊണ്ട് അവളുടെ ജീവിതം തകിടം മറിഞ്ഞു. അയ്യോ, ഇതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുത്തോട്ടെ. ഇതൊട്ടും ശരിയായില്ല. ഏട്ടൻ ബർത്ത്ഡേ ഗിഫ്റ്റായി വാങ്ങി തന്ന സാരി അവക്ക് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു? ഇങ്ങനെയൊക്കെ ചോദിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യും സാവിത്രി? നന്ദിനി എല്ലാം പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞ് നടന്നു. അവളുടെ ജീവിതം കൈവിട്ടു പോയി. ഇതും അതിന്റെ ആവർത്തനം തന്നെയാണോ? അമ്മ എന്താ ആലോചിക്കുന്നത്? ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകളെ കുറിച്ച് ഒരു നിമിഷം ഓർത്തു പോയതാ. ഇതെന്റെ പൊന്നുമോൾക്ക് നന്നായി ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു വല്യമ്മ. എന്റെ മോള് വലിയ സുന്ദരിയ. എന്നേക്കാളും എന്റെ മാധുരിയെക്കാളും സുന്ദരിയ. എനിക്കിപ്പോ വലിയ നഷ്ടബോധാ തോന്നുന്നു. എന്താ മോളെ? എന്റെ വല്യമ്മ എനിക്ക് നേരത്തെ മുതൽ കാണാൻ പറ്റിയില്ലല്ലോ, അതിന്റെ നഷ്ടബോധം. വല്യമ്മ എത്ര സ്നേഹമുള്ളവളാ. മാധുരിക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന് ആരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷേ എന്റെ അനുജത്തിയൊന്ന് കാണാൻ സമ്മതിക്കണ്ടേ എന്റെ അച്ഛൻ? ഞങ്ങളെയൊക്കെ അടുപ്പിച്ചാൽ ആ ജയരാമന്റെ തോന്നിയാസം നടക്കൂ? എന്റെ മാധുരി ആ ജയരാമൻ വഞ്ചിക്കുകയായിരുന്നു. ഈ നന്ദിനിയും ജയരാമനും തമ്മില് അന്നേ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. വഴിവിട്ട ബന്ധം നിന്റെ അനുജതിക്കായിരുന്നുവെന്നും എന്റെ ഭർത്താവിനെ അവൾ ട്രാപ്പിൽ പെടുത്തി കൊണ്ടുപോയതാണെന്നുള്ള സത്യം മീനാക്ഷിയോട് ഇപ്പൊ തന്നെ തുറന്നു പറഞ്ഞാലോ? അച്ഛനും ഈ നന്ദിനിയുമായിട്ടുള്ള ബന്ധം അറിഞ്ഞിട്ടായിരിക്കും അല്ലേ വല്യമ്മ എന്റെ മാധുരി ആത്മഹത്യ ചെയ്തത്? മാധുരി സൂയിസൈഡൊന്നും ചെയ്യില്ല മോളെ. അവളെ ജയരാമൻ കൊന്നത് തന്നെയാ. ഈ നന്ദിനിയോടൊപ്പം ജീവിക്കാൻ വേണ്ടി. രാമായണത്തിലെ മന്ദരയുടെ പ്രേതബാധ കൂടിയിട്ടുണ്ടല്ലേ നിങ്ങൾക്ക്? നിർത്തടി. എന്റെ വീട്ടിൽ കയറി താമസിച്ചിട്ട് എന്നെ പരിഹസിക്കുന്നോ? ഞാൻ പരിഹസിച്ചതൊന്നുമല്ല. സത്യങ്ങൾ ഞാൻ മീനാക്ഷിയോട് തുറന്നു പറയാതിരിക്കുന്നത് ഇവളോടുള്ള വാത്സല്യം കൊണ്ടാ. ഓ, ഒരു വാത്സല്യ ശിരോമണി വന്നിരിക്കുന്നു. നീ എന്റെ കുഞ്ഞിനെ വാത്സല്യക്കൊന്നും വേണ്ട. അതിനൊക്കെ ഇവിടെ ഞങ്ങളുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം അറിയിക്കാനുണ്ട്. അത് ഇന്ദ്രജയുടെ കൽപ്പനയാ. നീ നിയമപ്രകാരം മീനാക്ഷിയുടെ കസ്റ്റോഡിയനാണിപ്പോ. അത് നീ എന്ന് തന്ത്രപൂർവം ചെയ്തതാണെന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ ആവശ്യപ്പെടുന്നു, ഇവളുടെ കസ്റ്റോഡിയൻഷിപ്പ് അവകാശം എനിക്ക് വിട്ടു തരണം.
എന്റെ മേലുള്ള ഇവരുടെ നാശം പിടിച്ച നിയന്ത്രണം തീരുമല്ലോ. അതിനൊക്കെയുള്ള ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ അഡ്വക്കേറ്റിനോട് വിളിച്ചു പറഞ്ഞ് ചെയ്യിച്ചോളാം. നീ കോടതിയിൽ വന്ന് ഒപ്പിട്ട് തന്നാ മതി. പിന്നെ അധിക കാലമൊന്നും നീ ഇങ്ങനെ പുറത്ത് വിലസി നടക്കില്ല. എന്റെ മാധുരിയുടെ കൊലപാതകത്തിൽ നിനക്കും ജയരാമനും ഒരുപോലെ പങ്കുണ്ട്. അവനിപ്പോ അകത്താ. താമസം കൂടാതെ നിന്നെയും ഞാൻ അകത്താക്കും. അവൻ പൂജപ്പുരയിലാണെങ്കിൽ നീ അട്ടക്കുളങ്ങരയിൽ. അത്രയേ വ്യത്യാസമുള്ളൂ. പോട്ടെ മോളെ. മാഡം നിന്നെ. മീനാക്ഷിയുടെ കസ്റ്റോഡിയൻ അവകാശം എന്നെ ഏൽപ്പിച്ചത് അവളുടെ അച്ഛൻ ജയറാമ. അദ്ദേഹത്തിന്റെ അനുവാദം ഇല്ലാതെ ആ അവകാശം ഞാൻ മാറ്റിത്തരില്ല. പിന്നെ മീനാക്ഷിയെ ഉപയോഗിച്ച് നിങ്ങൾ എന്നോട് പകരം വീട്ടാൻ ശ്രമിച്ചാൽ അതിന് ഈ നന്ദിനി നിന്ന് തരില്ല. അത് ഓർമ്മിച്ചോ. ഇപ്പം നിനക്കൊന്ന് നൊന്തു ഇല്ലേടി? ഇനി നീ ഏൽക്കാൻ പോകുന്നത് നിന്റെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ഞാൻ എയ്ത് വിടുന്ന ശരവർഷങ്ങളെയാ. ഞാനും നീയും തമ്മിലുള്ള ഗെയിം ആരംഭിക്കുക. നിന്റെ വീഴ്ച കാണാതെ ഇനി ഞാൻ പിൻവാങ്ങില്ല. എന്റെ മോളുടെ കസ്റ്റോഡിയൻ അവകാശം ഏത് സുപ്രീം കോടതിയിൽ പോയാലും ഞാൻ വാങ്ങിയിരിക്കും. നീ ദത്ത് നിൽക്കുന്ന ചെമ്പകമംഗലം തറവാടിന്റെ അസ്ഥിവാരം ഞാൻ ഇളക്കും. തടയാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് തടയ്. പറഞ്ഞത് പ്രവർത്തിക്കുന്ന ഇന്ദ്രജയുടെ വാക്കായത്. കുറിച്ചിട്ടോ മനസ്സില്. പതുക്കെ ഇരിക്ക. സൂക്ഷിച്ചിരിക്ക. വളരെ ശ്രദ്ധയോടെയൊക്കെ ഇരിക്കണം മൈഥിലി. സൂക്ഷിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതെ, ഇവനൊരു മാരണമായിട്ട് മാറുകയാണല്ലോ. പിന്നെ മരുന്നുകളെല്ലാം വളരെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം. അതിനനുസരിച്ചുള്ള പോഷകാഹാരങ്ങളും കഴിക്കണം. വൈശാഖേ, നീ ഒന്ന് വന്നേ. വേറൊരു കാര്യം പറയാനുണ്ട്. കാർത്തികേ, അടുത്തുനിന്ന് മാറില്ലേ? എന്താ ചേച്ചി? ഒരുമാതിരിപ്പെട്ട ഊടായ്പും തരികിടയൊക്കെ എനിക്കറിയാം. നീ കൊല്ലക്കുടിയിൽ സൂചി കുത്താൻ നോക്കരുത്. അല്ല, സാവിത്രി ചേച്ചി എന്താ പറഞ്ഞു വരുന്നേ? ദേ, നീ ഒരുമാതിരി മണ്ടം കളിച്ച് വർത്താനം പറയല്ലേ. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിന്റെ സഹായമൊന്നും അവർക്ക് ആവശ്യമില്ല. അവരുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് കയറി ഇടപെടരുത്. ഇടപെട്ട നീ വിവരം അറിയും. പറഞ്ഞേക്കാം.
രാജലക്ഷ്മി, നീ ഇത് വരയ്ക്കാൻ വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. നിന്റെ സർഗാത്മക ശേഷി നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയില്ല. പക്ഷേ മനസ്സ് ശരിയാകാതെ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? മന്ത്രിയുടെ PAയുടെ മകളുടെ കല്യാണമാണ്. നിനക്കിത് വരച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെ ഇന്ന് തന്നെ വിവരം അറിയിച്ചേക്കണം. പത്മശ്രീ അതിന്റെ പ്രോട്ടോക്കോളും ഒന്നും അവർക്ക് പ്രശ്നമല്ല. കാര്യം നടന്നില്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം മാറും. എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന് കൈമളേട്ടനോട് ആര് പറഞ്ഞു? നീ എന്റെ ഭാര്യയല്ലേ രാജലക്ഷ്മി? നിന്നെ മനസ്സിലാക്കാൻ എനിക്കല്ലേ കഴിയുക? ഞാനിത് കുറെ നാളായി ചെയ്യാതിരുന്നോണ്ട് അതിന്റെ വേഗതക്കുറവ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതെ, അത് തന്നെ ഞാനും പറയുന്നത്. നന്ദിനി ഉണ്ടായിരുന്നപ്പോ അവളുടെ കാര്യം വിട്. അവളെ പഠിപ്പിച്ചു കൊടുത്തത് ഞാനല്ലേ? പഠിപ്പിച്ചു കൊടുത്തത് നീ തന്നെ. പഠിപ്പിച്ചു കൊടുക്കാതെ പഠിക്കുന്നതല്ല ചിത്രകലയും സംഗീതവും സാഹിത്യവും ഒക്കെ. അത് ജന്മനാ ഉണ്ടാവണം. പഠിപ്പിക്കാം, അതൊക്കെ ദൈവാനുഗ്രഹമാണ്. അത് നന്ദിനിക്കുണ്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടോ? കൈമളേട്ടൻ പിന്നെയും നന്ദിനി സ്തുതികളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? നന്ദിനിയെ സ്തുതിക്കേണ്ടത് തന്നെ, അവൾ സ്തുതി അർഹിക്കുന്നത് തന്നെ. എന്തിനാ രാജലക്ഷ്മി ഈ ദേഷ്യവും വാശിയും വൈരാഗ്യവും പകയും ഒക്കെ ഈ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നത്? ഒരേ ഒരു ജന്മമല്ലേ നമുക്കുള്ളൂ. ഒരു 10 മിനിറ്റിനപ്പുറത്തേക്ക് നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പിക്കാനാവുമോ? എല്ലാ കടങ്ങളും വീട്ടി വിട പറയണമെന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? കൈമളേട്ടന്റെ മനസ്സല്ല എനിക്ക്. മനസ്സിലേക്ക് ഏൽപ്പിച്ച വേദനകളൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ശരി വല്യമ്മേ, എന്തായാലും എൻ്റെ കസ്റ്റോഡിയനല്ലേ, ഞാനൊന്ന് വെറുതെ പറഞ്ഞേക്കാം. ആ വല്യമ്മ ഇപ്പം എത്തുമല്ലോ. ശരി. എൻ്റെ മര്യാദ കൊണ്ട് ഞാൻ ചോദിക്കുന്നതാ. ചോദിച്ചില്ലാന്ന് വെച്ച് നിങ്ങൾ എനിക്കിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. കാര്യം എന്താണ് നിങ്ങൾ തിരക്കുന്നില്ലേ? നീ ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ടല്ലോ, അത് കേൾക്കാൻ നല്ല രസാ. എനിക്കത്ര രസമില്ല നിങ്ങളോട് സംസാരിക്കുമ്പോ. ഒരു തരം അലർജിയാ. അതെ, അലർജിക്ക് മരുന്നുണ്ട്. ഓഹോ, കോമഡിയാണല്ലേ? എന്നാ ആ കോമഡി അങ്ങ്. നീ വഴക്കിന് നിൽക്കാതെ പറയാനുണ്ട് പറയും മീനാക്ഷി. നിയമം നിയമത്തിന്റെ വഴിക്ക് പോണല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാ. എന്റെ വല്യമ്മ വരുന്നുണ്ട്. വല്യമ്മയും ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് പോവാ. ഓക്കെ? നിക്ക്, ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? നിങ്ങൾക്ക് വല്ലതും വേണമായിരിക്കും, പറഞ്ഞു. പറ്റുന്നാണെങ്കിൽ ഞാൻ മേടിച്ചോണ്ട് വരാം. അതിന് നീ പോയിട്ട് വേണ്ടേ മേടിക്കാൻ? നീ പോകുന്നില്ല. നിനക്ക് പോവാൻ എന്റെ അനുവാദം ഇല്ല. എനിക്ക് പോവാൻ നിങ്ങളുടെ അനുവാദം എന്തിനാ? എന്റെ വല്യമ്മയാ വിളിച്ചിരിക്കുന്നെ. വല്യമ്മയായാലും ഇളയമ്മയായാലും ഇനി അമ്മുമ്മയായാലും ശരി, എന്റെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് പോവാൻ പറ്റില്ല. ഞാൻ നിന്റെ കസ്റ്റോഡിയനാ. അതെ, ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലൊന്നും അല്ല. എന്റെ കസ്റ്റഡിയില്ല കോടതി നിന്നെ വിട്ടു തന്നിരിക്കുന്നെ. നീ പുറത്തു പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലേ ഉത്തരം പറയേണ്ടത് ഞാനാ. ആ, എങ്കിയൊന്ന് കാണണമല്ലോ. ഞാൻ പോവും. ആ, നീ പോവും. പക്ഷെ വഴിയിൽ വെച്ച് നിന്നെ പോലീസ് പിടിക്കും. എന്റെ കസ്റ്റഡിയിൽ നീ ചാടിപ്പോയിന്ന് ഞാൻ ഇപ്പൊ പോലീസിനെ വിളിച്ച് പറയും. ഇവമേ, ഇത് എന്തൊരു പുലിവാല! ഞാനൊരു പുലിയാണെന്ന് ഇപ്പോഴെങ്കിലും നീ അറിഞ്ഞല്ലോ. സന്തോഷം.
ഞാൻ പോകുന്നില്ല, പോരെ. മോളെ വാ, പോണ്ടേ? എന്നെ അവര് വിടുന്നില്ല വല്യമ്മേ. വിടുന്നില്ലെന്നോ? എന്താ കാര്യം? അങ്ങനെ മറ്റുള്ളവരുടെ കൂടെ എന്നെ വിടാൻ പറ്റില്ല എന്ന്. കണ്ടോ അവളുടെ അഹങ്കാരം? അങ്ങനെ അനുവാദമില്ലാതെ പോയാ അവരെന്നെ പോലീസിൽ പിടിപ്പിക്കുമെന്ന്. അവരെന്റെ കസ്റ്റോഡിയനാണെന്ന്. IG-യും DAG-യും ഒക്കെ ഞാൻ വരച്ച വരയിൽ നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഉണക്ക ലോക്കൽ പോലീസ്. നിന്നെ എനിക്കിപ്പോ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ല, അവളുടെ ഈ ധിക്കാരത്തിന് ഉടനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം.